എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ 2025 ജൂൺ മാസത്തിൽ നടക്കുന്ന +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ആർക്കൊക്കെ എഴുതാം, എത്ര രൂപയാണ് അപേക്ഷാ ഫീസ്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എപ്പോഴാണ് അപേക്ഷ എന്നിങ്ങനെ ഈ ഒരു +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ +2വിൻ്റെ റിസൾട്ട് ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ ഒരു ഏകദേശം ഒരു +2വിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം SSLC റിസൾട്ടിൻ്റെ കൂടെ തന്നെ വരാനാണ് സാധ്യത. അതായത് മെയ് 9-ാം തീയതി തന്നെ ഈ ഒരു +2വിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന് ഏകദേശം ഒരു ദിവസത്തിന് ശേഷം തന്നെ +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ നൽകാനായിട്ട് പറയുന്നത് 7 ദിവസത്തിന് ശേഷം പിന്നീട് പേ വരുന്നതാണ്. അപേക്ഷാ ഫീസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് പൈസ അടക്കേണ്ടി വരും. അതിനാണ് ഈ ഒരു പേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യം നിങ്ങൾക്ക്, അതായത് ഒരു 7 ദിവസം വരെ പേ കൂടാതെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ പിന്നീട് ഒരു നിശ്ചിത ദിവസം വരെ 20 രൂപ ഫൈൻ വരും. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു നിശ്ചിത ഡേറ്റ് കഴിയുന്ന സമയത്ത് 20 രൂപ ഫൈനോടുകൂടെ നിങ്ങൾ ആ ഒരു 20 രൂപ ഫൈൻ അടക്കേണ്ട ദിവസം തൊട്ട് പിന്നീട് ഒരു നിശ്ചിത തീയതി വരെ വരുന്ന ഓരോ ദിവസം ലേറ്റ് ആവുന്നതിനനുസരിച്ചും ആ ഒരു ഓരോ ദിവസത്തിനും 5 രൂപ വെച്ചിട്ട് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഫൈൻ അടക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് 600 രൂപ സൂപ്പർ ഫൈനാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതായത് നിങ്ങൾ അപേക്ഷാ ഫീസിനോടൊപ്പം 600 രൂപ സൂപ്പർ ഫൈനോടുകൂടി നിങ്ങൾ അപേക്ഷിക്കണം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പേ ഒന്നും കൂടാതെ തന്നെ ആദ്യ ദിവസം, അത് ഫൈനൊന്നും കൂടാതെ തന്നെ ആദ്യ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു അപേക്ഷ വരുന്നത് നിങ്ങളോട് പറഞ്ഞു +2വിൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരുന്നാലും അല്ലെങ്കിൽ റെഗുലർ വിഭാഗത്തിലായിരുന്നാലും, അതായത് 2025 വർഷത്തെ മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ നിങ്ങൾ റെഗുലർ വിഭാഗത്തിലായോ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ സ്കോൾ കേരളയാലോ അല്ലെങ്കിൽ HSC VHSC വിഭാഗങ്ങളിലായിട്ടോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു +2വിൻ്റെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ചിലപ്പോൾ +2 പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതായത് ഈ ഒരു +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വിദ്യാർത്ഥിയുടെ +2വിൻ്റെ ആ ഒരു സബ്ജക്റ്റുകളും, അതായത് +1 ഏതൊക്കെ സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഒരു എല്ലാ സബ്ജക്റ്റുകളും +2വിൻ്റേത് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കമ്പാർട്ട്മെൻറ്റിന് പകരം പ്രൈവറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റിനും അതുപോലെ ഹയർ സെക്കൻഡറി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി ആണ് രജിസ്ട്രേഷൻ ചെയ്തതെങ്കിൽ ഹയർ സെക്കൻഡറിയുടേത്, വൊക്കേഷണൽ ആണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 2025 മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഏത് വിഭാഗത്തിലായിരുന്നാലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്കും +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് എന്നുള്ളത് പറയാം. അപേക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷാ ഫീസ്, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും, അത് വാങ്ങി ഫില്ല് ചെയ്യുക, അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് എന്നിവ എടുത്ത് നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് കമ്പാർട്ട്മെൻറ്റിലായാലും അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായാലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷയും അപേക്ഷാ ഫീസും അതുപോലെ അതായത് നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ഫോം എന്നിവ നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അപേക്ഷ അത് സ്വീകരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര വിഷയമാണ് എഴുതുന്നത് അതിനനുസരിച്ച് വേണം അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ നൽകാനായിട്ട്. ഇനി നമുക്ക് ഓരോ വിഷയം, അതായത് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റും സേയും ആർക്കൊക്കെ എഴുതാം എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ നമുക്ക് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യം നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ റെഗുലർ വിഭാഗത്തിലായിട്ട് +2, അതായത് ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതി ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇംപ്രൂവ്മെൻറ്റ്, ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. എന്തെങ്കിലും DHSCയുടെ സ്പെഷ്യൽ ഓർഡർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് 500 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. ആകെ ഒരു വിഷയമാണ് എഴുതാൻ പറ്റുക. ഒന്നിലധികം സബ്ജക്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ DHSCയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതും റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു വിഷയമാണ് എഴുതാൻ പറ്റുക. ഒന്നിലധികം സബ്ജക്റ്റ് വേണമെങ്കിൽ DHSCയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് കൂടുമോ എന്നുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടില്ല. എല്ലാ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിലും ഈ +2 ആദ്യമായിട്ട് എഴുതി ജയിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുക. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ +2വിൻ്റെ ഈ ഒരു സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് +2 റിസൾട്ട് വന്ന് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ വരുന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ പേ കൂടാതെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. 7 ദിവസത്തിന് ശേഷം പേയോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് സേ പരീക്ഷയാണ്. അപ്പോൾ സേ പരീക്ഷ എന്ന് പറയുന്നത് +2 തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഒരു സബ്ജക്റ്റെങ്കിലും നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സേ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് +2 ജയിക്കാൻ വേണ്ടിയിട്ടാണ് സേവ് എ ഇയർ എന്നുള്ള രീതിയിൽ സേ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സേ പരീക്ഷയുടെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതുന്ന സബ്ജക്ട്സിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അപേക്ഷയിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു പ്രാക്ടിക്കൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾ പ്രാക്ടിക്കൽ കൂടി എഴുതുന്നുണ്ട് എന്നുള്ളത്, തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തിയറിയും പ്രാക്ടിക്കലും എഴുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതോടൊപ്പം തന്നെ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയാലും സേ ആയാലും നിങ്ങൾ 40 രൂപ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഫീസിനായിട്ട് നിങ്ങൾ ഈ ഒരു നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ എത്ര എണ്ണം എഴുതാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. 6 വിഷയം വരെ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. അതായത് നിങ്ങൾ 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയം വരെ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. +2വിന് ആകെ 6 വിഷയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 6 വിഷയവും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് നമ്പർ ഓഫ് ചാൻസ് എത്ര ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ചാൻസിൻ്റെ കാര്യം കൂടി പറയാം. ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ അതായത് ഈ ഒരു നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത്, അതായത് നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം ജയിക്കാനായിട്ട് നിങ്ങൾ അവസരം ഉപയോഗിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ +2 ആദ്യമായിട്ട് പരീക്ഷ ജയിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടാണ് പരീക്ഷ എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ നമ്പർ ഓഫ് ചാൻസ് 2 അല്ലെങ്കിൽ 3 എന്നൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾ ഈ ഒരു നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് പറയുന്നത് ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി ജയിച്ചാലാണ് നമ്പർ ഓഫ് ചാൻസ് 1 എന്നുണ്ടാവുക. അതേസമയം നിങ്ങൾ സേ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി, അതായത് നിങ്ങളിപ്പോൾ വരുന്ന സേ പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്നതാണെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്ന +1ൻ്റെ പരീക്ഷ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ പരീക്ഷയ്ക്ക് നമ്പർ ഓഫ് ചാൻസ് 1 കൂടും. അതുപോലെ +2വിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും ഒരു ചാൻസ് കൂടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു നമ്പർ ഓഫ് ചാൻസ് ചിലപ്പോൾ 3, 4, 5 ഒക്കെ ആയിട്ട് കൂടാൻ സാധ്യതയുണ്ട് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടേത്. അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റിലായാലും അല്ലെങ്കിൽ വൊക്കേഷണൽ സെക്കൻഡറി പ്രൈവറ്റ് വിഭാഗം ആയിരുന്നാലും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ റെഗുലർ വിഭാഗം ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാം. സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നത് +2വിൽ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ +2 തോറ്റിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 60 മാർക്കിൽ ജയിക്കാനായിട്ട് വേണ്ടത് 18 മാർക്കാണ്, 80 മാർക്കിൽ വേണ്ടത് 24 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 വർഷത്തെ ടോട്ടൽ ആയിട്ട് മാർക്ക് ജയിക്കാനായിട്ട് വേണ്ടത് 36ഉം അതുപോലെ 80ൽ 48 മാർക്കുമാണ്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഈ രീതിയിൽ 18, 24 മാർക്ക് ഓരോ വർഷവും നേടാൻ സാധിക്കണം എന്നില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ TE മാർക്ക് കൂട്ടിയിട്ട്, അതായത് TE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ TE മാർക്കും അതിനോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് കൂടി കൂട്ടും. ഇങ്ങനെ ടോട്ടൽ നോക്കിയിട്ട് നിങ്ങൾക്ക് 60 മാർക്കിൽ 2 വർഷത്തെ ഈ ഒരു TE മാർക്കുള്ളവർക്ക് TE മാർക്ക് മാത്രം, ഗ്രേസ് മാർക്കുള്ളവർക്ക് TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം 36 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 48 മാർക്ക് നിങ്ങൾക്ക് 2 വർഷം കൂടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്ന് മനസ്സിലാക്കാം. ഈ ഒരു മാർക്കിൽ നിങ്ങൾ 2 വർഷത്തെ ഗ്രാൻഡ് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് TE മാർക്ക് ഇനത്തിലും അതുപോലെ ഗ്രേസ് മാർക്ക് അർഹതയുള്ളവർക്ക് ഗ്രേസ് മാർക്കും TE മാർക്കും ഉൾപ്പെടെ ഈ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല, ഇതിൽ കുറവാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോറ്റതായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് ചില വിദ്യാർത്ഥികൾ +2 ജയിച്ചിട്ടുണ്ടാകും, അതായത് +2 ആ ഒരു വിദ്യാർത്ഥികൾ പാസ്സായിരിക്കും. എന്നാൽ അത് +2വിൻ്റെ സബ്ജക്റ്റ് എല്ലാം പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ +1ൽ മാർക്ക് കുറഞ്ഞത് കാരണം തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് +1 നമുക്ക് കെമിസ്ട്രി എടുക്കാം. കെമിസ്ട്രിക്ക് +1ൽ ഒരു 10 മാർക്കേ കിട്ടിയുള്ളൂ. എന്നാൽ +2വിന് ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു 20 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു 2 മാർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് +2വിന് 2 മാർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 12 മാർക്കേ കിട്ടത്തുള്ളൂ, അതായത് 18 കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ 30 മാർക്കാണ് കിട്ടിയുള്ളത്. ജയിക്കാനായിട്ട് 36 മാർക്ക് 2 വർഷം വേണം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ ചെയ്യാനായിട്ട് സാധിക്കുക, +2വിൻ്റെ സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ആ ഒരു വിദ്യാർത്ഥി ഇവിടെ കുറവുള്ള മാർക്ക് കൂടി എക്സ്ട്രാ വാങ്ങിക്കണം. അതായത് ഇവിടെ അതായത് 8 മാർക്കിൻ്റെ കുറവുണ്ട് ഇവിടെ, എന്നാൽ ഇവിടെ 20 മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 36ൽ നിന്നും ഈ ഒരു +1ന് കിട്ടിയ മാർക്ക് എത്രയാണോ, അതായത് ആ ഒരു മാർക്ക് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്ക് വിദ്യാർത്ഥി +2വിൻ്റെ സേ പരീക്ഷയിൽ +2 സബ്ജക്റ്റിൻ്റെ മാർക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു വിദ്യാർത്ഥി ഓവറോളായിട്ട് പാസ്സാവുക. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 2026 മാർച്ചിൽ നടക്കുന്ന
പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. അത് ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം അതുപോലെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പ്ലസ് വണ്ണിൻ്റേത് മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പോഴാണ് രജിസ്ട്രേഷൻ വരുന്നത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഡേറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ജയിക്കാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികളിൽ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. അപ്പോൾ ഒരു ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത്, അതായത് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 80 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ 80 മാർക്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് കിട്ടിയത് ഒരു 20 മാർക്കാണ്. എന്നാൽ പ്ലസ് ടുവിന് കിട്ടിയത് ആ ഒരു വിദ്യാർത്ഥിക്ക് 24 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുന്ന സമയത്ത്, അതായത് ആ ഒരു വിദ്യാർത്ഥി തോറ്റതായിട്ടാണ് കണക്കാക്കുക. ഇവിടെ 24 ടോട്ടൽ 44 കിട്ടിയിട്ടുള്ളൂ. 48 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. എന്നാൽ 44 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതി 28 മാർക്ക് വാങ്ങിക്കാം. അതായത് 28 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ജയിക്കാനായിട്ട് 48 മാർക്കാണ് ഓവറോൾ ആയിട്ട് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ 48 നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയ 20 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ 28 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് എക്സ്ട്രാ ആയിട്ട്, അതായത് ടോട്ടലായിട്ട് പിന്നീട് ജയിക്കാനായിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ 28 മാർക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതി വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഓവറോൾ ആയിട്ട് ജയിക്കും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വിദ്യാർത്ഥിക്ക് 2026 മാർച്ചിൽ നടക്കുന്ന പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും. പ്ലസ് വണ്ണിന് ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് പ്ലസ് വണ്ണിൽ 24 മാർക്കുണ്ട്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിന് കിട്ടിയത് ഒരു 20 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയെങ്കിൽ വിദ്യാർത്ഥി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതി നിങ്ങൾ 24 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജയിക്കും. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്ലസ് വണ്ണിന് കിട്ടിയത് ഒരു 30 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ജയിക്കാനായിട്ട് ഇനി എക്സ്ട്രാ 18 മാർക്ക് വേണം. എന്നാൽ പ്ലസ് ടുവിന് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, ആകെ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 10 മാർക്കേ പ്ലസ് ടുവിന് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ടോട്ടൽ 30ഉം 10ഉം കൂട്ടുമ്പോൾ 40 മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 8 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ വാങ്ങിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്കിൽ നിന്നും, അതായത് ജയിക്കാനായിട്ട് വേണ്ട ഓവറോൾ മാർക്കാണ്, അതായത് ഡബിൾ പാസ് മാർക്കാണ്. അപ്പോൾ ആ ഒരു മാർക്കിൽ നിന്നും ഈ ഒരു 30 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 18 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടത്. എത്ര മാർക്ക് ജയിക്കാനായിട്ട് വാങ്ങിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി തന്നെ പെട്ടെന്ന് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഓരോ തവണ തോൽക്കുമ്പോഴും പിന്നീട് ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ്, അതായത് എത്ര പ്രാവശ്യം നിങ്ങൾ ജയിക്കാനായിട്ട് പരീക്ഷ എഴുതി എന്നുള്ളതിൻ്റെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം ജയിക്കാനായിട്ട് അവസരം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. അപൂർവം കോഴ്സുകൾ പഠിക്കുന്നതിന് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അപൂർവം എന്ന് പറയുമ്പോൾ ഏകദേശം ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ഏകദേശം 3 ചാൻസിൽ കൂടുതൽ പ്ലസ് ടു ജയിക്കാനായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു രീതിയിൽ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് കോഴ്സാണെന്നുള്ള ഡൗട്ടുണ്ട്. ഏതൊരു കോഴ്സിന് ആ ഒരു രീതിയിൽ ഒരു നിശ്ചിത ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് കോഴ്സാണെന്നുള്ള കാര്യം ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2025 പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് വന്ന ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് ജൂൺ മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക. സേ പരീക്ഷയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒരുമിച്ചാണ് ഉണ്ടാവുക. അതുപോലെ ജൂൺ മാസം ഏകദേശം ഒരു 25-ാം തീയതിയോടാണ് നിങ്ങളുടെ പരീക്ഷ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നത്. അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ ഏകദേശം ജൂൺ ആദ്യവാരം തന്നെ ഈ ഒരു വിവിധ സ്കൂളുകളിൽ, അതായത് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ച് നടക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പോയിട്ട് പ്രാക്ടിക്കൽ എഴുതാത്ത വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ എഴുതുക. അതുപോലെ പ്രാക്ടിക്കലിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് എഴുതാനായിട്ട് സേ പരീക്ഷ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു പ്രാക്ടിക്കൽ എഴുതാത്ത വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് പ്രാക്ടിക്കൽ നന്നായി പഠിച്ച് പോയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ പ്ലസ് ടു ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണെന്ന് പറഞ്ഞു. ജൂൺ മാസത്തിന് ശേഷം ജൂലൈ ലാസ്റ്റോടെ നിങ്ങളുടെ റിസൾട്ട് വരും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏകദേശം ഓഗസ്റ്റ് മാസത്തോടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. പ്ലസ് ടു ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് മറ്റ് വിവിധ അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്ലസ് ടു ജയിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു സേ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 10th യോഗ്യതയുള്ള കോഴ്സുകൾക്ക് അപേക്ഷ സമർപ്പിച്ച് അങ്ങനെ അഡ്മിഷൻ നേടാനുള്ള അവസരം കിട്ടും. അതായത് പോളിടെക്നിക്ക് അതുപോലെ ITI പോലുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നേടാനും സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പ്ലസ് ടു ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TC നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലസ് ടു ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TCയും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് പ്ലസ് ടു നിങ്ങൾ തോറ്റിട്ടുണ്ട്, നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ള വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു തോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതായത് ഹയർ എഡ്യൂക്കേഷൻ, അതായത് പ്ലസ് ടുവിൻ്റെ മുകളിലുള്ള കോഴ്സുകൾ ഒഴികെ, അതായത് അതിന് താഴെയുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള പറ്റുമെന്ന് പറഞ്ഞുള്ള ഒരു
ടി സി നിങ്ങൾക്ക് തരും. അതിനുശേഷം നിങ്ങൾ പിന്നീട് ഈ ഒരു സേ പരീക്ഷ എഴുതിയ ശേഷം നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ +2 ജയിച്ചിട്ടുണ്ട്, ഹയർ കോഴ്സിന് പഠിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ടി സി നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് +2 ജയിച്ചു കഴിഞ്ഞാൽ തരുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ തോറ്റാലും ജയിച്ചാലും +2 സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. +2 തോറ്റ വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ +2 സർട്ടിഫിക്കറ്റും തരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ സേ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു +2ൻ്റെ പുതിയ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിഫോം നിർബന്ധമൊന്നുമല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഡ്രസ്സ് തന്നെ ഇടാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് യൂണിഫോം നിർബന്ധമാണ് എന്നുള്ളത്. യൂണിഫോം നിർബന്ധമൊന്നുമല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2ൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ സേ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്